നമുക്കിന്നൊരു തോരൻ ഉണ്ടാക്കാം. ഇതിൻ്റെ പേരാണ് തഴുതാമ. നിങ്ങളെല്ലാവരും കണ്ടിട്ട് കാണും. നമ്മൾ ഈ തഴുതാമ തൊടികളിൽ ഒരുപാടുണ്ടായി നിൽക്കുന്നത് അല്ലേ. ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റി പറയുവാണെങ്കിൽ ധാരാളമാണ്. ഇത് കണ്ണിന് കാഴ്ച ശക്തിക്കൊക്കെ അത്യുത്തമമായിട്ടുള്ള ഒരു ഇലയാണ്. ഇത് കണ്ടിട്ടില്ലേ എല്ലാവരും? നമ്മുടെ റോഡ് സൈഡുകളിലും പിന്നെന്താ ഇങ്ങനെ ഈ വെളിമ്പ്രദേശങ്ങൾ വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് ധാരാളമായിട്ട് കാണാറുണ്ട് നമ്മൾ. പിന്നെ നമ്മൾ ടൗണുകളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പം നമ്മൾ ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ പണ്ട് ഒരുപാട് ഇത് കണ്ടിട്ടുണ്ട്. അതൊന്നും നമുക്ക് എടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല. ഒത്തിരി മാലിന്യങ്ങളും മലമൂത്ര വിസർജനമൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളായതുകൊണ്ട് അതൊന്നും നമുക്ക് ഉപയോഗിക്കാനായിട്ട് കൊള്ളത്തില്ല. ഇതിപ്പം നമ്മുടെ സ്വന്തം പറമ്പിലുണ്ടായതായതുകൊണ്ട് നമുക്ക് ഇത് വിശ്വസിച്ച് ഉപയോഗിക്കാം. ഇതിനിയിപ്പം കണ്ടോ, ഇതിനൊരു പൂവൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ് ഇത് നിൽക്കുന്നത്. തഴുതാമ എന്നാണ് ഇതിൻ്റെ പേര്. പുനർനവ എന്നും പേരുണ്ട് എന്നെനിക്ക് തോന്നുന്നു. എന്നാണേലും ആയുർവേദ മരുന്നുകളിലൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. കഷായങ്ങളിലും മരുന്ന് കൂട്ടുകളിലൊക്കെ ഒരു പ്രധാന ചേരുവയാണ് ഈ തഴുതാമ. ഇത് വെച്ച് എണ്ണകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പല അസുഖങ്ങൾക്കൊക്കെ എണ്ണകളൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാണെന്നൊന്നും എനിക്കത്ര അറിയത്തില്ല. എന്നാലും നല്ലൊരു മരുന്ന് തന്നെയാണ്. നമുക്ക് തോരൻ വെച്ച് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ വേലിച്ചീര എന്ന് പറയുന്ന ഒരു ചീര ഉണ്ടല്ലോ, അതും കൂടെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. കാരണം ഇത് ഒരിച്ചിരിയേ ഉള്ളൂ. ഇത് വെച്ച് കഴിഞ്ഞാൽ അധികമൊന്നും ഇല്ലായിരിക്കും. പിന്നെ നമുക്ക് ഇച്ചിരി വേലിച്ചീരയുടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതും കൂടെ ഇതിനകത്ത് ഇടാമെന്ന് വിചാരിക്കുക. ഇതും കൂടെ നമുക്കൊന്ന് ചിലന്തിയൊക്കെ നോക്കി, ചുക്കിലി എന്ന് പറയും ഞങ്ങളുടെയൊക്കെ നാട്ടിൽ, ചുക്കിലി നോക്കുകയെന്ന്, ചിലന്തി നോക്കി നന്നായിട്ട് ഇതിൻ്റെ അകവും പുറവും ഒക്കെ ഇലയെല്ലാം നോക്കി ഇതിന് പുഴുവുണ്ടോ, അതിൻ്റെ അകത്ത് ഈ ചെറിയ പച്ച എട്ടുകാലിയൊക്കെ കാണും, അതൊക്കെ ഉണ്ടോ എന്ന് നോക്കി അതെല്ലാം നീക്കം ചെയ്തിട്ട് വേണം നമുക്കിത് കഴുകി അരിഞ്ഞ് തോരനാക്കാൻ. ഇത് നന്നായിട്ട് കഴുകി എടുക്കുവാണ്. നമ്മളിങ്ങനെ ഇത് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അരിയണം. നന്നായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ചതച്ചെടുത്ത് വയ്ക്കാം. തോരൻ അരയ്ക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് തേങ്ങ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചുവന്നുള്ളി, വറ്റൽമുളക് എന്നിവയാണ്. ഇതെല്ലാം ഇനി ഒന്ന് ചതച്ചെടുക്കണം. തോരൻ വയ്ക്കുന്നതിനായിട്ട് നമ്മൾ ചീനച്ചട്ടിയിലേക്ക് തഴുതാമ ഇല അരിഞ്ഞതിട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്തിട്ട് കൂട്ടി വെക്കണം. കൂട്ടി വെച്ചിട്ട് ഒരു കുറച്ച് വെള്ളം കൂടി അതിനകത്തോട്ട് ചേർക്കണം. അത് വേകാനുള്ള ഒരു വെള്ളം മാത്രം ചേർത്ത് വെച്ചാൽ മതി. വെള്ളം ഒരുപാടായി കഴിഞ്ഞാൽ അത് വേകാൻ തന്നെയല്ല, അത് തോർന്ന് കിട്ടാനായിട്ട് വളരെ പാടായിരിക്കും. ഇനി ഇത് നമുക്കൊരു അടപ്പ് വെച്ചിട്ട് അടച്ചു വയ്ക്കാം. ഇനി അടപ്പെടുത്ത് നോക്കാവേ. വാടി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഒന്നും കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് അടയ്ക്കാം. തീയെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. പുനർനവ എന്ന വാക്കിൻ്റെ അർത്ഥം വീണ്ടും ജനിപ്പിക്കുന്ന എന്നാണ്. ഇതിൻ്റെ വേര്, ഇല, തണ്ട് എല്ലാം ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഹൃദ്രോഗം തടയാനും ഈ തഴുതാമ ഇലയുടെ തോരൻ പതിവായി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ആമവാദം ഉള്ളവർക്ക് വളരെ ഉപയോഗപ്രദമാണ് ഇതിൻ്റെ തോരൻ. ശരീരത്തിലെ നീര് മാറാനായിട്ട് ഇത് ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ്. മൂത്രാശയ രോഗങ്ങൾക്കും വളരെ നല്ലതാണ്. രക്തക്കുറവുള്ളവർക്കും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. രക്തം ഉണ്ടാകാനും ഒക്കെ വളരെ ഫലപ്രദമാണ് ഇതിൻ്റെ തോരൻ. തഴുതാമയില ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ഗർഭിണികളുടെ കാലിലുണ്ടാകുന്ന നീര് തടയാനും നീര് കുറയാനും ഒക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്.
നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തോർന്ന് കിട്ടി വെച്ചാൽ മതി. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അരിഞ്ഞെടുത്തപ്പോൾ ഒരുപാടെണ്ണം തോന്നിയപ്പം പാണ്ടേ തോരനായി വന്നപ്പോൾ കുറച്ചേ ഉള്ളൂ. എല്ലാ ഇലക്കറിയുടെയും പ്രത്യേകത എങ്ങനെയാണ്, അരിയുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നും, വെച്ച് വരുമ്പോഴത്തേക്കിനും കുറച്ചേ കാണത്തുള്ളൂ. അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ ആരോഗ്യപ്രദമായ രുചിപ്രദമായ ഒരു നല്ലൊരു തോരനാണിത്. ഇതെല്ലാവരും കിട്ടുന്നവരൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.